ഇളയ ദളപതി എന്ന സി ജോസഫ് വിജയ് തമിഴ്നാടിന്റെ വർഷങ്ങളായുള്ള DMK AIADMK രാഷ്ട്രീയത്തെ പൊളിച്ചെഴുതിക്കൊണ്ട് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. 1974 പ്രൊഡ്യൂസറും ഡയറക്ടറുമായ ചന്ദ്രശേഖരന്റെയും മ്യൂസിക് പാരമ്പര്യമുള്ള ശോഭയുടെ മകനായി ജനിച്ച വിജയ് 1992 തന്നെ സിനിമയിലേക്ക് രംഗപ്രവേശനം ചെയ്തു കഴിഞ്ഞിരുന്നു. അവിടെ നിങ്ങോട്ട് തന്നെ തമിഴ് സിനിമയിലെ ഏറ്റവും പോപ്പുലറായ ഒരു നടന്റെ വളർച്ചയാണ് ലോകം കണ്ടത്. അനീതിക്കെതിരെ നിലകൊള്ളുന്ന നായകനായും സാധാരണക്കാരുടെയും പാവങ്ങളുടെയും നേതാവായും തന്റെ സിനിമകളിലൂടെ വിജയ് ആളുകളുടെ ഇടനെഞ്ചിൽ കുടിയിരിക്കാൻ തുടങ്ങിയിരുന്നു. അതിനിടയ്ക്കാണ് ഒരു ടേണിംഗ് പോയിന്റ് പോലെ 2017 അനിത എന്ന പേരുള്ള 17 വയസ്സുകാരിയുടെ ആത്മഹത്യ തമിഴ്നാട്ടിലുണ്ടാകുന്നത്. ഒരു പാവപ്പെട്ട വീട്ടിൽ ജനിച്ചു വളർന്ന പഠിക്കാൻ മിടുക്കിയായ ഡോക്ടറാകാൻ ആഗ്രഹിച്ച അനിതയ്ക്ക് 12th 98% മാർക്ക് ലഭിച്ചെങ്കിലും സിസ്റ്റത്തിന്റെ തകരാറ് മൂലം അവൾക്ക് മെഡിസിന് അഡ്മിഷൻ ലഭിച്ചില്ല. അങ്ങനെ അതിൽ മനംനൊന്ത് അനിത ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഇതറിഞ്ഞ വളരെയധികം മനംനൊന്ത വിജയ് ആ നാട്ടിലെ തന്റെ ഫാൻസ് അസോസിയേഷനിലെ ചില അംഗങ്ങളുമായി അനിതയുടെ വീട്ടിലെത്തുകയും അവളുടെ മാതാപിതാക്കളെ ആശ്വസിപ്പിക്കുകയും പറ്റാവുന്ന സഹായങ്ങളെല്ലാം ചെയ്ത ശേഷമാണ് ആ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത്. പിന്നീട് തമിഴ്നാട് കണ്ടത് വിജയുടെ മറ്റൊരു മുഖമായിരുന്നു. പിന്നീട് ഇറങ്ങിയ എല്ലാ സിനിമകളിലും വിജയ് തന്റെ രാഷ്ട്രീയം സിനിമകളിലൂടെ അവതരിപ്പിക്കാൻ തുടങ്ങി. മാത്രമല്ല പെൺകുട്ടികളെയും സ്ത്രീകളെയും ചേർത്ത് നിർത്തുകയും സ്കോളർഷിപ്പുകളും ധനസഹായങ്ങളും പാവങ്ങൾക്ക് വീട്ടു സാധനങ്ങൾ ഉൾപ്പെടെ പലവിധ സഹായങ്ങളും വിജയ് തന്റെ ഫാൻസ് അസോസിയേഷൻ വഴി നൽകി തുടങ്ങി. അങ്ങനെ ക്രമേണ ഫാൻസ് അസോസിയേഷൻ യൂണിറ്റിലുള്ള ഓരോ മെമ്പേഴ്സിനെയും വിജയ് തന്റെ പൊളിറ്റിക്കൽ ആർമിയായി മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വർഷങ്ങളെടുത്ത് അണ്ടർഗ്രൗണ്ടിൽ നന്നായി വർക്ക് ചെയ്ത് ഒരു അടിത്തറ ഉണ്ടാക്കിയ ശേഷം വിജയ് തന്റെ ഫാൻസ് അസോസിയേഷനിലെ കുറച്ച് മെമ്പേഴ്സിനെ 2021 ലോക്കൽ ബോഡി ഇലക്ഷന് മത്സരിപ്പിക്കുകയുണ്ടായി. എന്നാൽ 169 115 സീറ്റ് നേടി ഒരു ടെസ്റ്റ് എന്ന പോലെ ആരംഭിച്ച ആ പാർട്ടി ജയിക്കുകയുണ്ടായി. പിന്നീട് ജല്ലിക്കെട്ട് നിരോധനത്തിനെതിരെ നടന്ന പ്രതിഷേധങ്ങൾക്കിടയിൽ മുഖം മറച്ച് ആൾക്കൂട്ടത്തിൽ ഒരുവനായി വിജയ് അതിൽ പങ്കെടുക്കുകയുണ്ടായി. തമിഴ് വികാരം കത്തി നിൽക്കുന്ന തമിഴ് മക്കൾക്കിടയിൽ തന്റെ രാഷ്ട്രീയം എങ്ങനെ അവതരിപ്പിക്കണമെന്ന് വിജയ്ക്ക് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് നടന്ന എല്ലാ ഇൻസിഡന്റുകളിലും വിജയ് തന്റെ രാഷ്ട്രീയം ജനങ്ങൾക്കിടയിലേക്ക് കൃത്യമായി അവതരിപ്പിച്ചു. അതിനു പിന്നോടിയായി 2024 ഫെബ്രുവരിയിൽ വിജയ് തന്റെ തമിഴക വെട്രിക്കഴകം എന്ന പാർട്ടി രൂപീകരിച്ചു. തന്റെ ഫാൻസ് യൂണിറ്റ് അംഗങ്ങളെ പൊളിറ്റിക്കൽ ആർമി ആക്കിക്കൊണ്ട് വിജയ് രൂപീകരിച്ച TVKയെ അന്ന് പലരും പുച്ഛിക്കുകയും തള്ളി പറയുകയും ചെയ്തു. എന്നാൽ ഇന്ന് 2026 ആയപ്പോഴേക്കും മാർച്ചിൽ നടന്ന തമിഴ്നാട് ഇലക്ഷനിൽ 234 സീറ്റിലും TVK ഒറ്റയ്ക്ക് മത്സരിക്കുകയും അതിൽ 108 എണ്ണത്തിൽ വിജയിക്കുകയും ചെയ്തു. അങ്ങനെ വിജയുടെ വർഷങ്ങളെടുത്തുള്ള മാസ്റ്റർ പ്ലാനിൽ തമിഴ്നാട്ടിലെ വടവൃക്ഷങ്ങളായ പൊളിറ്റിക്കൽ പാർട്ടികൾ കടപുഴകി വീഴുകയും വിജയുടെ TVK അധികാരത്തിലെത്തുകയും ചെയ്തു. ഇന്ന് വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞയും ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്.